കെ സനോജ് ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ വി കെ സനോജ്, രാഹുലിനെതിരെ പരാതി വീണ്ടും ഉയരുകയാണ്. ഇത്തവണ ബാംഗ്ലൂർ സ്വദേശിനിയായ യുവതിയാണ്. 2023 സംഭവമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ പരാതിയും ലഭിച്ചിട്ടുണ്ട്. അല്ല, കോൺഗ്രസ് പാർട്ടിക്ക് നേരത്തെ തന്നെ നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. പല പെൺകുട്ടികളും പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കണ്ടു പറഞ്ഞു, ഷാഫി പറമ്പിൽ MP യോട് പറഞ്ഞു, പക്ഷെ ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്നല്ലേ ആദ്യം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തില്ല റിനി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ വീണ്ടും MLA ആക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയത്, നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി മാറ്റിയത്. അപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞപ്പോ നടപടി എടുത്തു എന്നാണല്ലോ ഈ ഒരു പുതിയ വെളിപ്പെടുത്തൽ വന്നപ്പോൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ അറിയുമായിരുന്നു. അപ്പോൾ നേരത്തെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ രാഹുലിനെ ഇങ്ങനെ സംരക്ഷിച്ചത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം ആരുടെ കൈകളിലാണ്? ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും തീരുമാനിക്കുന്നത് മാത്രമേ കേരളത്തിലെ കോൺഗ്രസിൽ നടപ്പാവൂ എന്നതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് VD സതീശനോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരോ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പോലും പുല്ലുവിലയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ അയാളെ മാറ്റി നിർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടും പാലക്കാട് കോൺഗ്രസിന്റെ മുഖമായി പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങുകളിലും UDF-ന്റെയും കോൺഗ്രസിന്റെയും പൊതുയോഗങ്ങളെല്ലാം ഇയാൾ പ്രധാനമായിട്ടും ആനയിക്കപ്പെട്ടത്. ഒരു ഭാഗത്ത് നടപടിയെടുത്തു ഒഴിവാക്കി എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസുകാർ ഒരു വിഭാഗം ഇയാളെ കൊണ്ടു നടക്കുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വമാകെ ഇയാളുടെ കൂടെയാണ് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് വീക്ഷണം പത്രത്തിൽ എഴുതിയിട്ടുള്ള മുഖപ്രസംഗം ഉൾപ്പെടെ. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം മറുപടി പറയേണ്ട വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ നിലയിൽ അധപ്പതിക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ്. കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെയുള്ളൊരു പ്രവർത്തനം സംരക്ഷിക്കാൻ വേണ്ടി ഇത്രമാത്രം താഴോട്ട് പോകുന്നത്? അപ്പൊ കോൺഗ്രസിന്റെ യഥാർത്ഥ അണികൾ, അന്തസ്സും അഭിമാനവുമുള്ള ആരെങ്കിലും കോൺഗ്രസിൽ ബാക്കിയുണ്ടെങ്കിൽ അവർ കൂടി മറുപടി പറയേണ്ട ഒരു വിഷയമാണ്. VK സനോജാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ഒരുപക്ഷെ ഉച്ചയോടുകൂടിയാണ് ഈ പരാതി ലഭിച്ചത് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. KPCയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നേതാക്കളുടെ പ്രതികരണം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അത്തരത്തിൽ വ്യക്തമാകേണ്ടത് കൂടിയുണ്ട്. നേതാക്കൾ ഇപ്പോൾ ഈ മാധ്യമങ്ങളെ കാണാൻ ഈ അവസരത്തിൽ തയ്യാറാകുമോ എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഏറെ നിർണായകമായ ഒരു കാര്യമെന്ന് പറയുന്നത് പെൺകുട്ടിക്കെതിരെ ഒരു പെൺകുട്ടിയുടെ പരാതി കൂടി രാഹുലിനെതിരെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അത് കൂടുതൽ പരാതികൾ ഇനിയും വരാനിരിക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പരാതിയും വന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയും പരാതികളുണ്ട് എന്നൊക്കെ പല കോൺഗ്രസ്സുകാരും അടക്കം പറയുന്നതൊക്കെ നമുക്കറിയാം. നമ്മളോട് സംസാരിക്കുന്ന പല നേതാക്കളും ഇത് ഒന്നോ രണ്ടോ ഒന്നുമല്ല, നിരവധി പെൺകുട്ടികളുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പലതും കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാമായിരുന്നു. ഈ രാഹുലിൻ്റെ ഗോഡ് ഫാദർമാർക്കടക്കം ഈ വിഷയം അറിയാമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും ഇയാളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കോൺഗ്രസ് ജനപ്രതിനിധിയായി ഈ സൈക്കോ ക്രിമിനൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗൗരവമേറിയ കാര്യം. എത്ര നാൾ ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഈ പുതിയ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഇയാളോടുള്ള സമീപനത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുമോ എന്നതുകൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ബംഗളൂരു സ്വദേശിയായ 23-കാരിയുടെ പരാതി. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിത്ത്, ഒരുപക്ഷെ ഈ കോൺഗ്രസിന് പരാതി ലഭിച്ചതുകൊണ്ട് തന്നെ ഈ പരാതിന് മൂടി വയ്ക്കുക എന്നത് എളുപ്പമല്ല. ഒരുപക്ഷെ ഇത് അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള ഒരു സമ്മർദ്ദം കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ ഉണ്ടാകും. അങ്ങനെ കൈമാറിയില്ലെങ്കിൽ എന്തുകൊണ്ട് ആ പരാതി കൈമാറുന്നില്ല, ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടും എന്ത് നടപടി സ്വീകരിച്ചു എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ടാകും. ആ പെൺകുട്ടിക്ക് സുരക്ഷിതത്വം നൽകേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിന് കൂടി ഉണ്ട്. ജയശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. വിനോദ് തുടരുക. ശ്രീ ജയശങ്കർ, നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഒരു ഘട്ടത്തിൽ കൂടുതൽ കളിക്കരുത്, തനിക്ക് ഒരുപാട് വിവരങ്ങൾ അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വൃത്തികേട് മുഴുവൻ അറിയാം, പല പരാതികളും പുറത്തു വരാനുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടാമത്തേത് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അത് ഇനിയും പലതും പുറത്തു വരാനുണ്ട് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഇത് ഈ മദന കാമരാജൻ കഥകൾ ഇന്നും ഇന്നലൊന്നും തുടങ്ങിയതല്ല. ഈ ചെറുപ്പക്കാരൻ കുറച്ചു കാലമായിട്ട് ഇതൊരു കൃഷിയായിട്ട് കൊണ്ടുനടക്കുകയാണ്. കൃഷിയും വാണിജ്യവുമായിട്ട് നടക്കുന്നതിനിടയ്ക്കാണ് ഈ പാലക്കാട്ട് കോൺഗ്രസ്സുകാരും പോരാ, യോഗ്യന്മാരല്ല എന്ന് തോന്നിയിട്ട് പത്തനംതിട്ട ജില്ലക്കാരനായ രാഹുലിനെ എഴുന്നള്ളിച്ച് ക്ഷണിച്ച് കൊണ്ടുവന്ന് പാലക്കാട്ട് യോഗ്യനായ ഒരു MLA എന്ന് പറഞ്ഞ് ഇലക്ഷൻ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് കേരളത്തിന്റെ ജനാധിപത്യ ശ്രീകോവിലേക്ക് അയച്ചത്. അപ്പൊ ഇതൊക്കെ ചെയ്ത ആൾക്കാരെ അനുഭവിക്കണം. അത് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗൂഢാലോചനയൊന്നും പറയാൻ പറ്റുമല്ലോ. അപ്പൊ ഇനിയും ഇതുപോലുള്ള പലതും വരും, അതൊക്കെ സഹിക്കേണ്ടി വരും.
അതിന്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് KPCCക്കോ കോൺഗ്രസ് ഹൈക്കമാൻഡിനോ ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. കാരണം അവരാണല്ലോ ഇതുപോലെ ഒരു ദുർഭൂതത്തെ കെട്ടി നമ്മുടെ പിടിലേക്ക് വെച്ചത്. തീർച്ചയായും അതാണ് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കറാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. VB വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി ഉണ്ടായിരിക്കുന്നു. ഇതിനിയും എന്ത് നടപടി ഉണ്ടാകും? ഈ പെൺകുട്ടി പോലീസിൽ പരാതിയുമായി എത്തുമോ എന്ന കാര്യങ്ങളൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. ഒപ്പം കോൺഗ്രസ് പാർട്ടിയുടെ ഈ വിഷയത്തിലുള്ള നിലപാടും അറിയേണ്ടി വരും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.